+1 സീറ്റിനുള്ള അപേക്ഷാ സമർപ്പണം പൂർത്തിയായിട്ടും മലബാറിലെ സീറ്റ് പ്രതിസന്ധി തുടരുന്നു. 2.5 ലക്ഷത്തിനടുത്ത് അപേക്ഷകരുള്ള മലബാറിൽ 1 ലക്ഷം സീറ്റ് പോലുമില്ല. ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള മലപ്പുറത്ത് മാത്രം 14,000-ലേറെ സീറ്റിൻ്റെ കുറവുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 11,000 വിദ്യാർത്ഥികളുടെ തുടർ പഠനം തുലാസിലാകും. +1-നുള്ള അപേക്ഷാ സമർപ്പണം പൂർത്തിയായപ്പോൾ ആകെ അപേക്ഷകരുടെ എണ്ണം കൂടി. ഏറ്റവും കൂടുതൽ അപേക്ഷകരും മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. റിപ്പോർട്ടർ ലൈവ് തോണിലൂടെ വിശദമായി പരിശോധിക്കുന്നു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി എത്രത്തോളം? ആദ്യം അഷ്കർ അലി കരിമ്പയിലേക്ക്. അഷ്കർ, വളരെ പ്രധാനപ്പെട്ട എല്ലാ വർഷവും കേൾക്കുന്ന ഒരു പരാതിയാണ്, അത് പരിഹരിക്കപ്പെടാതെ പോവുകയാണ്. കൂടുതൽ ബാച്ചുകൾ വേണമെന്നുള്ളത് മലപ്പുറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. പക്ഷേ ബാച്ചുകൾ പുതുതായി അനുവദിക്കാൻ തയ്യാറാകുന്നില്ല. പരിഹരിക്കപ്പെടും എന്ന അവസാന ഘട്ടം വരെ വരെയും കുറേയധികം വിദ്യാർത്ഥികൾ പെരുവഴിയിലാകുന്ന സ്ഥിതിയാണ്. ഇത്തവണത്തെ സ്ഥിതി എന്താണ്? നികേഷ്, ഓരോ വർഷവും സർക്കാർ ആവർത്തിക്കുന്ന കാര്യം ആദ്യഘട്ട അലോട്ട്മെൻറ്റുകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ തവണ നമ്മൾ സാക്ഷിയായത് ആദ്യം 3 ഘട്ട അലോട്ട്മെൻറ്റുകളും പിന്നീട് 2 തവണ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും പിന്നീട് അധിക ബാച്ചുകളും സീറ്റുകളും ഒക്കെ അനുവദിച്ചതിന് ശേഷവും വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പ്രതിസന്ധിയിലായി തുടർ പഠനത്തിലുള്ള അവസരം തന്നെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം മലപ്പുറത്ത് നമ്മൾ സാക്ഷിയായിരുന്നു. സമാന സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇത്തവണയും കാര്യങ്ങൾ പോകുന്നത്. ഇത്തവണ സംസ്ഥാനത്ത് ആകെയുള്ള അപേക്ഷകൾ എന്ന് പറയുന്നത് 4,65,960 അപേക്ഷകളാണ്. അതിൽ 2.5 ലക്ഷത്തോളം ആളുകൾ, കൃത്യമായി പറയുകയാണെങ്കിൽ 2,46,057 അപേക്ഷകളും കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മലബാറിലെ 6 ജില്ലകളിൽ നിന്നാണ്. പക്ഷേ ഈ 6 ജില്ലകളിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ ആകെയുള്ളത് 1,90,160 സീറ്റുകൾ മാത്രമാണ്. സ്വാഭാവികമായും 54,000-ഓളം വിദ്യാർത്ഥികൾക്ക് സർക്കാർ എയ്ഡഡ് മേഖലയിൽ സീറ്റ് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് മലബാറിലെ ചിത്രം. ഇനി മലപ്പുറം ജില്ലയിൽ സാഹചര്യം, അഥവാ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി വിജയിക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. ഇത്തവണ ഇവിടെ അപേക്ഷകളായി എത്തിയിരിക്കുന്നത് 82,434 വിദ്യാർത്ഥികളാണ് ഇത്തവണ +1-ന് മലപ്പുറം ജില്ലയിൽ അപേക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ മലപ്പുറം ജില്ലയിൽ 82,000 വിദ്യാർത്ഥികൾക്ക് മലപ്പുറം ജില്ലയിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ ആകെയുള്ളത്, അഥവാ ഇത്തവണ സർക്കാർ നിലവിൽ വർദ്ധിപ്പിച്ചിരിക്കുന്ന 30% സർക്കാർ സ്കൂളുകളിലും 20% എയ്ഡഡ് സ്കൂളുകളിലുമുള്ള സീറ്റ് വർധന ഉൾപ്പെടുത്തിയാൽ പോലും സർക്കാർ എയ്ഡഡ് മേഖലയിൽ ആകെയുള്ളത് 52,600 സീറ്റുകളാണ്. പിന്നെ അതിന് പുറമെ സർക്കാരിൻ്റെ സൗജന്യ പഠനം ലഭിക്കാത്ത, ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഫീസ് നൽകി പഠിക്കേണ്ട എയ്ഡഡ് സീറ്റുകളായി സർക്കാർ മലപ്പുറത്ത് കണക്കൂട്ടിയിരിക്കുന്നത് 11,300 സീറ്റുകളാണ്. ഇനി അതുകൂടാതെ +1-ന് ബദലായി നമുക്ക് കാണാൻ കഴിയില്ല എങ്കിലും ITI പോളിടെക്നിക് കോഴ്സുകൾ കൂടി മലപ്പുറത്തുണ്ട്. ഈ ITI പോളിടെക്നിക് VHS കോഴ്സുകൾ ഉൾപ്പെടെ ഇത് 3 പാട് കൂടിയാൽ പോലും മലപ്പുറം ജില്ലയിൽ ആകെയുള്ളത് 4,800 സീറ്റുകളാണ്. അങ്ങനെ അൺഎയ്ഡഡിൻ്റെ 11,300-ഉം സർക്കാർ എയ്ഡഡ് മേഖലയിൽ 52,600-ഉം അതുപോലെ VHS ITI പോളിടെക്നിക്കുകളുടെ കോഴ്സുകളുടെ 4,800-ഉം ഉൾപ്പെടെ കൂട്ടിയാൽ പോലും, അഥവാ ഒരു വിദ്യാർത്ഥിക്കുള്ള എല്ലാ സാധ്യതകളും പരിഗണിച്ചാൽ പോലും ഈ 82,000-ഓളം വരുന്ന വിദ്യാർത്ഥികളിൽ 14,134 വിദ്യാർത്ഥികൾക്ക് സർക്കാർ കണക്ക് പ്രകാരം തന്നെ നിലവിൽ സീറ്റ് ലഭിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല എന്നതാണ്. ഇവിടെയാണ് സർക്കാർ ഇപ്പോഴും സീറ്റ് വർധനവിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അത് ശരിക്കും വിഡ്ഢിത്തമായി പോകുന്നു, ഇല്ലെങ്കിൽ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. സർക്കാർ തന്നെ വിദ്യാഭ്യാസ നയം, കേന്ദ്ര വിദ്യാഭ്യാസ നയമാണെങ്കിലും സർക്കാർ വിദ്യാഭ്യാസ നയമാണെങ്കിലും പരിഗണിക്കുകയാണെങ്കിൽ 50 വിദ്യാർത്ഥികൾ അനുപാതത്തിലാണ് ഒരു ക്ലാസ്സിൽ, ഒരു അധ്യാപകന് 50 വിദ്യാർത്ഥികൾ എന്ന തരത്തിലാണ് ഒരു ക്ലാസ് റൂമിൽ വേണ്ടത്. പക്ഷേ നിലവിൽ 65 വിദ്യാർത്ഥികളാണ് നിലവിൽ തന്നെ ഇപ്പോൾ ഈ സീറ്റ് വർധനവിലൂടെ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഇനിയും എത്ര വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ സീറ്റ് എണ്ണം വർധനവല്ല, മറിച്ച് ബാച്ചുകൾ അനുവദിക്കുക, അധികമായി ബാച്ചുകൾ അനുവദിക്കുക എന്നത് മാത്രമാണ് മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധിക്കുള്ള പരിഹാരം. പക്ഷേ 14,000-ഓളം ഒക്കെ വിദ്യാർത്ഥികൾ പുറത്ത് നിൽക്കുമ്പോൾ സർക്കാർ അനുവദിക്കേണ്ട ബാച്ചുകളുടെ എണ്ണവും വലിയ അളവാണ്. അത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ പരിഹരിക്കാത്തത് കൊണ്ട് ഓരോ വർഷവും അതിൻ്റെ ഭീകരത കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തവണയും സംസ്ഥാനത്ത് 6,000-ലധികം വിദ്യാർത്ഥികളുടെ അപേക്ഷകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ട്, പക്ഷേ അതിൽ 5,000-ഓളം വരുന്ന അപേക്ഷകളുടെ എണ്ണം വർധനവുണ്ടായിരിക്കുന്നത് മലബാറിലാണ്. അതിൽ 1,500-ഓളം എണ്ണം വർധനവുണ്ടായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. സ്വാഭാവികമായും മലബാറിലെ സീറ്റ് പ്രതിസന്ധി ഇത്തവണ രൂക്ഷമായി തന്നെ തുടരും. എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥിക്ക് പോലും ആദ്യ 2 ഘട്ട അലോട്ട്മെൻറ്റ് 3 ഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് പോലും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം നമ്മൾ കഴിഞ്ഞ തവണ റിപ്പോർട്ട്
റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ കണ്ണീരോടുകൂടെ വാർക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. സമാന സാഹചര്യത്തിലേക്കാണ് ഇത്തവണയും കാര്യങ്ങൾ പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു സീറ്റ് പ്രതിസന്ധിയും ഇല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ മലപ്പുറത്ത് ചില വ്യത്യാസങ്ങളുണ്ടെന്ന് ഭാഗികമായെങ്കിലും സമ്മതിക്കാൻ തയ്യാറായി. പക്ഷേ അത് ചെറിയ ചില്ലറ വ്യത്യാസങ്ങളല്ല. 10,000-ലധികം വരുന്ന വിദ്യാർത്ഥികളുടെ ജീവിതത്തെ തന്നെ, അവരുടെ ഭാവിയെ തന്നെ ആശങ്കയിലാക്കുന്ന കാര്യമാണ്. മാനേജ്മെന്റ് സീറ്റുകളടക്കം 30,000-ഉം 50,000-നും സീറ്റ് വിൽപ്പന നടത്തുന്നതടക്കം നമ്മൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് പോലും 30,000-നും 50,000-നും പണം നൽകിക്കൊണ്ട് ആ സീറ്റുകൾ വാങ്ങേണ്ട ഗതികേടിലേക്ക് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എത്തുന്നു. ആ സീറ്റുകളടക്കം ഇപ്പോൾ തന്നെ ഫുൾ ബുക്കിംഗ് ആയിരിക്കുന്നു എന്നുള്ളതാണ് മലപ്പുറത്തെ സാഹചര്യം. അത്രത്തോളം മലബാറിലെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് മലപ്പുറം അടക്കമുള്ള ജില്ലകളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ആശങ്കയിലാണ്. ഈ പഠന നിലവാരത്തെക്കുറിച്ച് അധ്യാപകരും ആശങ്കയിലാണ്. കണ്ണിൽ പൊടിയിടൽ കൊണ്ട് മാത്രം ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. കാലങ്ങളായി തുടരുന്ന ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അഷ്കർ, ദയവായി തുടരുക. കോഴിക്കോട് ജില്ലയിൽ ഏതാണ്ട് 11,000 വിദ്യാർത്ഥികളുടെ തുടർ പഠനം ബുദ്ധിമുട്ടിലാകുമെന്നാണ് കരുതപ്പെടുന്നത്. സാനിയോ മനോമി കോഴിക്കോട് നിന്ന് നമ്മോടൊപ്പം ഉണ്ട്. സാനിയോ, മലപ്പുറത്തേത് അതീവ ഗുരുതരമായ സ്ഥിതി, കോഴിക്കോട്ടേത് ഗുരുതരമായ സ്ഥിതി എന്നാണോ കാണേണ്ടത്? അതെ, കോഴിക്കോടേത് ഗുരുതരമായ സ്ഥിതി തന്നെയാണ്. നമ്മുടെ കണക്ക് പ്രകാരം നമ്മൾ ഇന്ന് രാവിലെയും ഇന്നലെയുമായി സംസ്ഥാന ഹയർ സെക്കൻഡറി വകുപ്പ് തന്നെ പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം 11,000-ലധികം വിദ്യാർത്ഥികൾക്ക് കോഴിക്കോട് +1-ന് സീറ്റ് ഉണ്ടാവില്ല എന്ന കണക്കാണ് പുറത്തു വരുന്നത്. VHSC, ITI, പോളി അടക്കമുള്ളവയുടെ എല്ലാം ആകെ സീറ്റ് 36,417 കോഴിക്കോട് ജില്ലയിൽ. ഇത്തവണത്തെ അപേക്ഷകളാകട്ടെ 48,140-മാണ്. അങ്ങനെയെങ്കിൽ 11,000-ലധികം സീറ്റുകളുടെ കുറവുണ്ടാകും. 30% സീറ്റ് കൂട്ടിയാലും ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുമോ എന്നത് സംശയമാണ്. കാരണം ഓരോ ക്ലാസ്സിലും 65 കുട്ടികളെ വീതം ഉൾക്കൊള്ളിക്കുന്നത് നേരത്തെ അഷ്കർ പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുകയും ചെയ്തിരുന്നു പഠന നിലവാരത്തിന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട് എന്ന കാര്യം. ഇക്കാര്യത്തിൽ ഒരു കമ്മീഷനെ അടക്കം നിശ്ചയിച്ച് ആ വിഷയം പഠിക്കാമെന്നും പറഞ്ഞിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന 2 കമ്മീഷനുകളായ ഖാദർ, ലബ്ബ കമ്മീഷനുകൾ ഒരു ക്ലാസ്സിൽ 40 വിദ്യാർത്ഥികളെ വീതമേ ഉൾക്കൊള്ളിക്കാൻ കഴിയുകയുള്ളൂ എന്ന് റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴും 60-ഉം 65-ഉം വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിക്കേണ്ട ഒരു ദയനീയ അവസ്ഥയിലാണ് മലബാറിലെ ക്ലാസ് മുറികൾ എന്ന് വേണം പറയാൻ. അതേസമയം തെക്കൻ കേരളത്തിലുള്ള ക്ലാസ് മുറികൾ ഒഴിഞ്ഞുകിടക്കുന്നതായും നമുക്ക് റിപ്പോർട്ടുണ്ട്. ഏതായാലും ഈ ഒരു പ്രതിസന്ധിയെ രക്ഷിതാക്കളും വലിയ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. എനിക്കൊപ്പം ഒരു രക്ഷിതാവുണ്ട്, ഷിബുലാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ മകൾക്ക് 9 A+ഉം 1 Aയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇഷ്ടപ്പെട്ട സീറ്റ് ബയോസയൻസ് ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് സീറ്റ് കിട്ടുമോ എന്ന ആശങ്കയിലാണുള്ളത്. മകൾക്ക് 9 A+ ഉണ്ട്, പക്ഷേ ആശങ്കയാണല്ലേ? തീർച്ചയായിട്ടും വളരെ ആശങ്കയിലാണുള്ളത്. ഞാൻ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ വളരെ ആശങ്കയിലാണുള്ളത്. പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ ഈ സീറ്റിൻ്റെ ഈ ഒരു വിഷയം ഭയങ്കരമായ, അതായത് ഭാവിയിൽ കുട്ടികൾക്കുള്ള പഠനത്തിനുള്ള ഒരു വലിയ ഒരു പ്രയാസമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഏത് വിഷയത്തിന് സീറ്റ് വേണമെന്നാണ് മകൾ ആഗ്രഹിക്കുന്നത്? മകൾ ബയോ സയൻസ് ആണ് നമ്മൾ എല്ലാ സ്കൂളിലും കൊടുത്തിട്ടുള്ളത്. അവൾക്ക് തന്നെ ആശങ്കയുണ്ട് അത് കിട്ടുമോ എന്നുള്ളതിലൊരു വലിയ പ്രയാസമുണ്ട്. നേരെ സൂചിപ്പിച്ചതുപോലെ 65 കുട്ടികളൊക്കെയാണ് ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത്. അങ്ങനെ കുട്ടികളുടെ സീറ്റിലെ എണ്ണം വർദ്ധിപ്പിച്ചതുകൊണ്ട്, ക്ലാസ്സിലെ കുട്ടികൾ ഇരിക്കുന്ന സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം പ്രത്യേകിച്ച് അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കുട്ടികൾക്കുള്ള ശ്രദ്ധ, അധ്യാപകർക്ക് കുട്ടികൾക്കുള്ള ശ്രദ്ധ വളരെ വളരെ പരിമിതമായി പോകും. അവർക്കത് വേണ്ടവിധ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് സർക്കാർ വളരെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട്. ഏതെങ്കിലും മാനേജ്മെന്റ് സ്കൂളിലൊക്കെ അപേക്ഷ നൽകിയിരുന്നു? ഒരു പേടിയുണ്ട്, സ്വാഭാവികമായ ഒരു പേടി ഉണ്ടാവുമല്ലോ. കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. 9 A+ ഉണ്ടായിട്ടും മാനേജ്മെന്റ് സീറ്റിൽ കൊടുക്കേണ്ടി വന്നു. 9 A+ ഉണ്ടായിട്ടും മാനേജ്മെന്റ് സീറ്റിൽ ഫോം എല്ലാ സ്കൂളിലും നമ്മൾ ഓൺലൈൻ ചെയ്ത എല്ലാ സ്കൂളിലും, സിംഗിൾ വിൻഡോ ചെയ്ത എല്ലാ സ്കൂളിലും നമ്മൾ കൊടുത്തതിൽ മാനേജ്മെന്റ് സീറ്റിനും കൊടുത്തിട്ടുണ്ട്. മാനേജ്മെന്റ് സീറ്റിലേക്ക് പൈസ വാങ്ങുന്ന അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? അങ്ങനെ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. കാരണം ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഇപ്പം ഫോം കൊടുത്തിട്ടല്ലേ ഉള്ളൂ. ഏതായാലും ഒരു രക്ഷിതാവിന്റെ ആശങ്കയാണ് നമ്മൾ കണ്ടത്. 9 A+ ഉണ്ടായിട്ട് കൂടിയും സർക്കാർ എയ്ഡഡ് മേഖലകളിൽ മാത്രമല്ല മാനേജ്മെന്റ് സീറ്റിൽ പോലും അപേക്ഷ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ മാനേജ്മെന്റ് സീറ്റുകൾ കൊണ്ടും ഇതൊന്നും പരിഹരിക്കപ്പെടാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഏതായാലും 30% സീറ്റുകൾ കൂട്ടിയാൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 65 കുട്ടികളെയൊക്കെ ഒരു ക്ലാസ്സിലിരുത്തുമ്പോൾ എങ്ങനെയാണ് കുട്ടികൾ ഈ വിഷയം പഠിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യവും ആശങ്കയുണ്ട്.
സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറത്തെയും കോഴിക്കോടെയും +1 സീറ്റ് പ്രതിസന്ധി വലിയ ചർച്ചയാകുമ്പോൾ സംസ്ഥാനത്തെ മൊത്തം സ്ഥിതിയെടുത്താൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. കഴിഞ്ഞ അധ്യയന വർഷം 48,732 +1 സീറ്റുകളാണ് കുട്ടികൾ ഇല്ലാതിരുന്നത് മൂലം ഒഴിഞ്ഞുകിടന്നത്. തൊട്ടു മുൻപുള്ള അധ്യയന വർഷവും ഇത് തന്നെയായിരുന്നു സ്ഥിതി. 25 കുട്ടികൾ പോലും അഡ്മിഷൻ എടുക്കാത്ത 129 ഹയർ സെക്കൻഡറി ബാച്ചുകൾ സംസ്ഥാനത്തുണ്ടെന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. SSLC കഴിഞ്ഞ് ഉപരിപഠനത്തിനായി യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 4,11,000 സീറ്റുകളാണുള്ളത്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ വിഭാഗങ്ങളിലായി ഇത്രയും സീറ്റുകളുണ്ടെങ്കിലും പ്രവേശന നടപടികൾ പൂർത്തിയാകുമ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ഇതിൽ കുറവ് കുട്ടികൾ മാത്രം. കഴിഞ്ഞ 2 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. 2023-24 അധ്യയന വർഷം +1 അഡ്മിഷൻ എടുത്തത് 3,80,492 വിദ്യാർത്ഥികളാണ്. സംസ്ഥാനത്താകെ 48,732 സീറ്റുകൾ കുട്ടികളില്ലാതെ ഒഴിഞ്ഞുകിടന്നു. സീറ്റ് എണ്ണത്തിനനുസരിച്ച് കുട്ടികളില്ലെന്ന് സാരം. ശാസ്ത്രീയമായ ഒരു പഠനം നടത്താതെ ബാച്ചുകളും സീറ്റുകളും അനുവദിച്ചാൽ കുട്ടികൾ എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് വിവരാവകാശ രേഖയിൽ കാണുന്നത്. വിവരാവകാശ രേഖയ്ക്കകത്ത് കാണുന്ന റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥികൾ കൂടുതലുള്ള ജില്ലകളിൽ പോലും സയൻസ് വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ 25 കുട്ടികളില്ലാത്ത ബാച്ചുകളുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ 8 ജില്ലകളിൽ SSLC പാസ്സായ കുട്ടികളെക്കാൾ കൂടുതൽ ഹയർ സെക്കൻഡറി സീറ്റുകളുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളാണ് കുട്ടികൾ കുറവും സീറ്റുകൾ കൂടുതലുമുള്ളത്. എന്നാൽ മലപ്പുറം അടക്കമുള്ള 7 ജില്ലകളിൽ സീറ്റുകൾ കുറവും കുട്ടികൾ കൂടുതലുമാണ്. എങ്കിലും 25 കുട്ടികൾ പോലും അഡ്മിഷൻ എടുക്കാത്ത 129 ഹയർ സെക്കൻഡറി ബാച്ചുകൾ സംസ്ഥാനത്തുണ്ട്. SSLC പാസ്സായ കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ഹയർ സെക്കൻഡറിയിലുണ്ട്. അവിടേക്ക് വിദ്യാർത്ഥികളുടെ വരവ് കുറവാണ്. മറ്റു ജില്ലകളിൽ 20% സീറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ ക്ലാസുകളിൽ തിങ്ങി നിറഞ്ഞ് വിദ്യാർത്ഥികൾ ഇരിക്കുന്നത് അധ്യാപകർക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ബാച്ചിൽ 50 കുട്ടികളെ പാടുള്ളൂ എന്ന വ്യവസ്ഥ ലംഘിച്ച് ശാസ്ത്രീയ പഠനമില്ലാതെ സീറ്റെണ്ണം കൂട്ടുന്നതാണ് ബാച്ചുകൾ കുട്ടികളുടെ എണ്ണം കുറയാൻ കാരണം. എല്ലാ വർഷവും പുതിയ ബാച്ചിനുള്ള ആവശ്യം ഉയർന്നു വരുന്നതിനാൽ പ്രാദേശിക തലത്തിലുള്ള ശാസ്ത്രീയ പഠനവും അനിവാര്യമാണ്. റിപ്പോർട്ടർ R. ശ്രീജിത്ത്, റിപ്പോർട്ടർ, ആലപ്പുഴ. ഷിജിത്ത് വിശദാംശങ്ങളുമായി. ഷിജിത്ത്, മൊത്തം സ്ഥിതിയെടുത്താൽ സീറ്റുകൾ പലയിടങ്ങളിലും ഒഴിഞ്ഞുകിടക്കുന്നു എന്നുള്ളതാണ് തെക്കൻ കേരളത്തിലെ സ്ഥിതിയെങ്കിലും വടക്കൻ കേരളത്തിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 65 വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിലുണ്ട്. അത് കൂട്ടാൻ കഴിയുമോ എന്നുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് തെക്കൻ കേരളത്തിൽ ഇത്തരത്തിലധികം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നത്? നികേഷ്, ഈ മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ സീറ്റ് ക്ഷാമത്തിനുള്ള മുറവിളികൾ ഉയരുമ്പോഴും സംസ്ഥാനത്തെ പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം 4,11,000 +1 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതായത് ഓരോ വർഷവും ഉണ്ടായിരുന്ന സീറ്റിന്റെ 20% ചിലപ്പോൾ വർദ്ധിപ്പിച്ചാണ് ഇങ്ങനെ ഓരോ വർഷവും മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴും കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 48,000 സീറ്റുകൾ ഇത്തരത്തിൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. അതിൽ തന്നെ നികേഷ് സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് സീറ്റുകൾ കൂടുതലും കുട്ടികൾ കുറവുമുള്ളത്. അതിൽ തന്നെ ഏറ്റവും രൂക്ഷമായ സ്ഥിതിയുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ടയിൽ സീറ്റുകളുടെ എണ്ണത്തെക്കാൾ വളരെ കുറവാണ് അവിടെ വിദ്യാർത്ഥികൾ. മാത്രമല്ല ഇവിടെ കാര്യമായിട്ട് രീതിയിൽ വിദ്യാർത്ഥികൾക്ക് എത്താത്തത് മൂലം പല ക്ലാസുകളും ഒഴികിടക്കുന്നുണ്ട്. ബാച്ചുകളിലും കുട്ടികൾ കുറവാണ്. 2014 മുതൽ ഇങ്ങോട്ട് ഈ സ്റ്റാഫ് ഫിക്സേഷന് വേണ്ടി അല്ലെങ്കിൽ തസ്തികൾ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തപ്പോഴും ഈ സ്കൂൾ കുട്ടികളില്ലാത്ത മൂലം അങ്ങനെ തസ്തിക അനുവദിക്കാൻ കഴിയാത്ത സ്ഥിതി പോലും ഉണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ നമ്മുടെ വാർത്തയിൽ ചൂണ്ടിക്കാണിച്ച പോലെ 129 ബാച്ചുകളിൽ 25 കുട്ടികൾ താഴെയാണുള്ളത്. ആലപ്പുഴ ജില്ലയിൽ അത്തരം സ്കൂളുകളുണ്ട്. ഈവൻ ഇപ്പോൾ നമ്മൾ പറയുന്ന മലപ്പുറത്ത് ഒരു പിന്നോക്ക മേഖലയായ മൂത്തേട എന്ന സ്ഥലത്ത് അവിടെ ഒരു സയൻസ് ബാച്ച് അടക്കം കുട്ടികളില്ലാത്ത മൂലം 25 പിള്ളേരിൽ താഴെയുള്ള ബാച്ചുകളുമുണ്ട്. അപ്പോൾ പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഏതാണ്ട് 1,00,000 സീറ്റുകളാണ് കഴിഞ്ഞ തവണ ഒഴിഞ്ഞുകിടന്നത്. തൊട്ടു മുമ്പുള്ള അധ്യയന വർഷവും 42,000 സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നു. അപ്പോൾ തെക്കൻ കേരളത്തിൽ ഈ സയൻസ് ബാച്ചിലേക്ക് മാത്രമേ എല്ലായിടത്തും ഒരു കുട്ടികളുടെ ഇടിച്ചുകയറ്റമുള്ളൂ. കാരണം ഇപ്പോൾ വിദ്യാഭ്യാസ രീതിയിൽ വന്ന ഒരു മാറ്റമുണ്ട്. ഇപ്പോൾ എക്കണോമിക്സ് പോലുള്ള BA എക്കണോമിക്സ് പോലുള്ള കോഴ്സുകൾക്ക് ഇതര സംസ്ഥാനങ്ങളിലും മറ്റും പ്രവേശനം നേടണമെങ്കിൽ നിർബന്ധമായും മാത്സ് പഠിച്ചിരിക്കണം. അല്ലാതെ മാത്സ് പഠിക്കാതെ എക്കണോമിക്സിന് അഡ്മിഷൻ കിട്ടുന്ന സ്ഥിതിയില്ല. അപൂർവം യൂണിവേഴ്സിറ്റികൾ മാത്രമേ, തമിഴ്നാടും കർണാടകത്തിലുമുള്ള ചില അപൂർവ യൂണിവേഴ്സിറ്റികൾ മാത്രമേ മാത്സ് പഠിക്കാത്തവരെ എക്കണോമിക്സിന് ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. അപ്പോൾ എക്കണോമിക്സ് പോലുള്ള കോഴ്സുകൾ പഠിക്കുന്നവർ പോലും ഈ ഹ്യൂമാനിറ്റീസിലേക്ക് പോകേണ്ടവർ പോലും ഈ ബാച്ച് ഇതിലേക്ക് വരികയാണ്. അതായത് സയൻസ് ബാച്ചിലേക്ക് വന്ന് പഠിക്കുകയാണ്. അതുകൊണ്ടാണ് സയൻസ് ബാച്ചിന് മാത്രം ഒരു വലിയ തള്ളിക്കയറ്റമുള്ളത്. മറ്റു ബാച്ചുകൾക്ക് ഇതുപോലെയില്ല. അതാണ് ഈ കുട്ടികളുടെ എണ്ണം കുറവാനുള്ള ഒരു കാരണം. മാത്രമല്ല, മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ ആവശ്യകതയുണ്ട്. എന്നാൽ പ്രാദേശികമായ ഒരു ശാസ്ത്രീയ പഠനം ഇക്കാര്യത്തിൽ നടക്കാത്ത മൂലം പ്രാദേശിക സന്തുലനം പാലിച്ചുകൊണ്ടുള്ള ഒരു സീറ്റുകളുടെ എണ്ണം അനുവദിക്കൽ, ബാച്ചുകൾ അനുവദിക്കൽ ഉണ്ടാകുന്നുമില്ല. ഇതാണ് ഈ കുട്ടികളുടെ എണ്ണം കുറവും സീറ്റുകളുടെ എണ്ണം കൂടുതലുള്ള സ്ഥിതി പൊതുവിൽ തെക്കൻ കേരളത്തിൽ മറ്റും ഉണ്ടാകാനുള്ള കാരണം.
ഷിജിത്താണ് വിശദാംശങ്ങൾ നൽകുന്നത്. തെക്കൻ കേരളത്തിൽ സീറ്റുകൾ കുറഞ്ഞു കിടക്കുന്നു, ഒഴിഞ്ഞു കിടക്കുന്നു. വടക്കൻ കേരളത്തിൽ സീറ്റുകൾ ഇല്ലാത്ത അവസ്ഥ. ഈ വിഷയത്തിലേക്ക് നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. തുടർന്നു മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി വലിയ ചർച്ചയാകുമ്പോൾ സംസ്ഥാനത്തെ മൊത്തം സ്ഥിതിയെടുത്താൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണെന്ന നിലയാണ് ഷിജിത്ത് നേരത്തെ ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ആദിൽ പാലോട് വിശദാംശങ്ങളുമായി. ആദിൽ, ഇതിനകത്ത് സർക്കാരിൻ്റെ വിശദീകരണം എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ വി ശിവൻകുട്ടിയുമായി സംസാരിച്ചിരുന്നു. വി ശിവൻകുട്ടി പറയുന്നത് ചില ചെറിയ പ്രശ്നങ്ങൾ മലപ്പുറത്തുണ്ടാകുമെന്ന്. ചെറിയ പ്രശ്നങ്ങളല്ല എന്നുള്ളത് വർഷങ്ങൾ നീണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്താണ് ഇക്കാര്യത്തിൽ സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? അതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിലനിർത്തിയിരുന്ന അധികമായി അനുവദിച്ചിരുന്ന ബാച്ചുകൾ ഈ വർഷവും നിലനിർത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. സീറ്റ് വർധനയുമുണ്ട്, ബാച്ച് വർധനയല്ല, സീറ്റ് വർധനയും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുവെന്ന് സർക്കാരിനും ബോധ്യമുണ്ട്. വി ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാരും സർക്കാർ തന്നെയും പറയുന്നത് മറ്റ് ഈ +1 എന്നുള്ളത് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമല്ല, VHSSC അടക്കമുള്ള സമാന്തര പഠന സംവിധാനങ്ങൾ കൂടി ഉപയോഗിക്കുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെയാണെങ്കിൽ കൂടി മലപ്പുറത്തടക്കമുള്ള ജില്ലകളിൽ, മലബാർ ജില്ലകളിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് അപേക്ഷകരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിൽ സീറ്റ് വർധന കൊണ്ട് മാത്രം ഫലപ്രാപ്തിയിൽ എത്തില്ല ഈ പ്രശ്നം എന്നത് കണ്ടാൽ ഈ പ്രശ്ന പരിഹാരത്തിനായി അധിക ബാച്ച് അനുവദിക്കുന്നത് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് മൂന്നാമത്തെ അലോട്ട്മെന്റും കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഇപ്പോൾ അലോട്ട്മെന്റുകൾ തുടങ്ങുന്നു. മൂന്നാമത്തെ അലോട്ട്മെന്റും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോവുക എന്നാണ് മനസ്സിലാകുന്നത്. പരമാവധി സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോഴും നിയമപരമായ കീഴ്വഴക്കങ്ങൾക്കൊക്കെ എതിരായാണ് ഈ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് എന്ന ആക്ഷേപമുണ്ട്. അപ്പോഴും സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ട്. ഇനി അത് പരിഹാരമായില്ല എങ്കിൽ ഒടുവിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്നതും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. പ്രധാനമായും ഈ പ്രശ്നം +1 മലപ്പുറത്തെയും മലബാറിലെയും ഈ പ്രശ്നം പരിഹരിക്കണം എന്നത് തന്നെയാണ് സർക്കാർ ആത്യന്തികമായി കാണുന്നത് എന്നതാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിഷേധങ്ങൾ സംബന്ധിച്ചാണ്. പ്രതിഷേധങ്ങൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ പ്രേരിതമാണ് ഈ പ്രതിഷേധങ്ങൾ. ഇതിൻ്റെ പ്രോസസ്സ് പൂർത്തിയാകാതെ, ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ ഇതിന് പ്രതിഷേധിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് സർക്കാരിൻ്റെയും മന്ത്രി വി ശിവൻകുട്ടിയുടെയും നിലപാട്. ആ നിലപാട് വെച്ച് പ്രതിരോധിച്ചാലും ഈ വിമർശനങ്ങളെയും പ്രതിഷേധങ്ങളെയും പ്രതിരോധിക്കാനാകില്ല. മറിച്ച് പരിഹാര നടപടി തന്നെ വേണം. ഇപ്പോഴുള്ള തീരുമാനം സീറ്റ് വർധന പരമാവധി നോക്കുക, അതിൽ കഴിഞ്ഞില്ല എങ്കിൽ ബാച്ച് വർധനയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് കണക്കാക്കുന്നത്. നികേഷ്. ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ MSF നേതാവ് PK നവാസ് നമ്മോടൊപ്പം ഉണ്ട്. നവാസ്, ഈ പ്രശ്നം ഓരോ വർഷവും ചർച്ച ചെയ്യപ്പെടുന്നു എന്നല്ലാതെ പരിഹരിക്കപ്പെടുന്നില്ല എന്ന വിഷയമുണ്ട്. സർക്കാരിലേക്ക് നിങ്ങൾ എന്താണ് അപേക്ഷയായിട്ടോ അല്ലെങ്കിൽ അഭ്യർത്ഥനയായിട്ടോ ആവശ്യമായിട്ടോ ഉന്നയിച്ചിട്ടുള്ളത്? തീർച്ചയായും നിരന്തരമായി സർക്കാരിന് മുമ്പിൽ ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നവരാണ് ഞങ്ങൾ. ഈ അക്കാദമിക് ഇയർ റിസൾട്ട് വരുന്ന സമയത്ത് തൊട്ട് തെരുവിൽ മുഴുവൻ സമരം നടക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ ഹൈക്കോടതിക്ക് മുമ്പിൽ ഇന്നലെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് കൊടുത്ത ഒരു അഫിഡവിറ്റ് ഉണ്ട്. ആ കോടതി പരാമർശത്തിൽ കോടതി തന്നെ പറയുകയാണ്, മലപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, മലബാർ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് സർക്കാർ സമർപ്പിക്കപ്പെട്ട രേഖകളിൽ തന്നെ അതുണ്ട്, ശരിയാണ്, ഫാക്റ്റാണ് എന്ന് കോടതി പറയാണ്. എന്നിട്ട് കോടതിയിൽ സർക്കാർ പറഞ്ഞത് വിദ്യാർത്ഥികൾ ആരും സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല, രക്ഷിതാക്കൾ ആരും സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ്. വിചിത്രമായ വാദമാണ് സർക്കാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ വരെ ഗവൺമെൻറ് ഭാഗത്തിൽ നിന്ന് മന്ത്രി പറഞ്ഞിരുന്നത് എല്ലാവരും +1 അപേക്ഷിക്കില്ലല്ലോ, കുറേ പേർ ITIക്ക് പോകും, കുറേ പേർ പോളിയിലേക്ക് പോകും, കുറേ പേർ VHSCയിലേക്ക് പോകും എന്നാണ്. എന്നാൽ ഇപ്പോൾ പുറത്ത് വന്ന കണക്ക്, മലപ്പുറത്ത് മാത്രം എടുത്ത് കണക്ക് പരിശോധിച്ചാൽ +10ാം ക്ലാസ്സിന് കേരള സിലബസിൽ വിജയിച്ചതിനേക്കാൾ കൂടുതൽ കുട്ടികൾ +1 അപേക്ഷ നൽകിയിരിക്കുന്നു എന്ന് വെച്ചാൽ CBSE പഠിച്ചു വന്ന കുട്ടികളും കേരള സിലബസിലേക്ക് മാറാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നു. പ്രശ്നങ്ങൾ ഭീകരമായി വർദ്ധിക്കുന്നു. ലോഗിൻ ടൈം കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് വന്നതിനേക്കാൾ ഭീകരമാണ് പ്രശ്നങ്ങളെന്ന് മന്ത്രിക്ക് ബോധ്യപ്പെടും വിധം അപേക്ഷകൾ മന്ത്രിയുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ഇവരൊക്കെ +1 പഠിക്കാൻ താല്പര്യമുള്ളവരാണ്. മന്ത്രി ഇന്നലെ വരെ പറഞ്ഞത് വിദ്യാർത്ഥികൾ എല്ലാവരും +1 പഠിക്കില്ല, അവർ മറ്റു മേഖലയിലേക്ക് പോകുമെന്നാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ പറയുന്നത് 82,400 പരം വിദ്യാർത്ഥികൾ താങ്കൾക്ക് മുമ്പിൽ അപേക്ഷ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് +1 പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന്. ഈ സംസ്ഥാനം സൗജന്യം സാർവത്രികവുമായ വിദ്യാഭ്യാസം അവകാശമായി നൽകിയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്.
ഈ വരുന്ന 82,000-ഓളം കുട്ടികൾക്ക് പഠിക്കാൻ അവസരം നൽകേണ്ടത് മലപ്പുറത്തെ ഉൾപ്പെടെ മലബാറിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും 4,65,960 വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ അവസരം നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി. നിങ്ങൾ എല്ലാവരെയും ഒരുപോലെ കാണാൻ തയ്യാറാകണം. എല്ലാവർക്കും ഈ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നിടത്ത് നീതിയുക്തമായ വിതരണം ഉണ്ടാകണം. കേരളത്തിൽ അവസാനമായി ഈ +1 സീറ്റുകളുടെ വിതരണം ഉണ്ടായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്താണ്. 2015-16 അക്കാഡമിക് ഇയറിലാണ്. പിന്നീട് 17 മുതൽ ഈ 2024 വരെയുള്ള 8 വർഷക്കാലം കേരളത്തിൽ പിണറായിയുടെ 1ാം ഗവൺമെന്റും 2ാം ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ ബാച്ചോ ഒരു പുതിയ കോഴ്സോ അനുവദിക്കാൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ് ഈ 8 വർഷക്കാലം ഉണ്ടാക്കിയിട്ടുള്ള ഇവരുടെ നിസ്സംഗതയാണ് ഇത്ര രൂക്ഷമായ പ്രശ്നം മലബാർ ജില്ലകളിൽ ഉണ്ടാക്കിയത്, പ്രത്യേകിച്ച് മലപ്പുറത്തുണ്ടാക്കിയത്. അതുകൊണ്ട് ഇനിയും മന്ത്രി ഏതെങ്കിലും കണക്കുകൾ കൊണ്ടുള്ള ജാലവിദ്യകൾ കണ്ടെത്തിക്കൊണ്ട് പഴുതടയ്ക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു ഫാക്റ്റാണ് എന്ന് കോടതി പോലും പറയുമ്പോൾ അടിയന്തരമായി നിങ്ങൾ ചെയ്യേണ്ടത് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കപ്പെട്ട 4,65,960 വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ മന്ത്രി തയ്യാറാകണം. ഞാനൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. നേരത്തെ പ്രിയപ്പെട്ട നികേഷ് കുമാർ ഉൾപ്പെടെ പറയുമ്പോൾ മലപ്പുറത്ത് പ്രശ്നമുണ്ട്, കോഴിക്കോട് പ്രശ്നമുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്ന മലപ്പുറത്തും കോഴിക്കോട് മാത്രമല്ല, ഗവൺമെന്റിന്റെ കണക്കുകളെ ഒന്ന് ഇഴകീറി പരിശോധിച്ചാൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ പ്രശ്നങ്ങളുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്താണ്. പിന്നെ എങ്ങനെയാണ് ഈ കണക്ക് മലപ്പുറത്തേക്കും കോഴിക്കോട്ടേക്കും മാത്രമായി ചുരുങ്ങിയത്? അത് ചുരുങ്ങിയത് പത്തനംതിട്ടയിലും കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ 50 കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറികൾ ഉണ്ടാകുമ്പോൾ അത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ 65 കുട്ടികൾ പഠിക്കുന്ന വാഗൺ ട്രാജഡി ക്ലാസ് മുറികളായി മലബാറിലെ ക്ലാസ് മുറികളെ മാറ്റി. എന്നിട്ടും ഈ വാഗൺ ട്രാജഡി ക്ലാസ് മുറികളാക്കി മാറ്റിയിട്ടുമാണ് ഈ 10,000 കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നത്. അതുകൊണ്ട് കണക്കുകൾ കൊണ്ട് പഴുതടയ്ക്കാനല്ല, മറിച്ച് അടിയന്തരമായി കേരളത്തിലെ ഈ മലബാറിലെ ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറികളായി അപ്ഗ്രേഡ് ചെയ്യാൻ ഗവൺമെന്റ് അടിയന്തരമായി തയ്യാറാകണം. പുതിയ ബാച്ചുകൾ അനുവദിക്കാൻ വേണ്ടി തയ്യാറാകണം. ഞാൻ മലപ്പുറം സ്റ്റുഡിയോയിൽ നിന്നാണ് നിങ്ങളെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തിന് തൊട്ടപ്പുറത്ത് MMET സ്കൂളുണ്ട്. MMET ഹൈസ്കൂളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ +1 സീറ്റുള്ളതാകെ 120 സീറ്റാണ്. 120 സീറ്റാണ് ഗവൺമെന്റ് അവിടെ അലോട്ട് ചെയ്തിട്ടുള്ളത്. 119 A+കാർ ജയിച്ച സ്കൂളാണത്. 119 A+കാർ. അവിടുത്തെ മാനേജ്മെന്റ് കോട്ടയും കമ്മ്യൂണിറ്റി കോട്ടയും കിഴിച്ചാൽ മുഴുവൻ A+ കിട്ടിയ കുട്ടികൾക്ക് ആ സ്കൂളിൽ തന്നെ +1 ചേരാൻ സാഹചര്യമില്ലാത്തൊരിടത്ത് അവർ കോടതിയിൽ പോയിട്ടും ഗവൺമെന്റ് പറയാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരൂലെന്ന്. ഇത് വലിയ നീതികേടാണ്. ഗവൺമെന്റ് വലിയ അനീതി കാണിക്കാൻ. ഇപ്പൊ ഗവൺമെന്റ് പറയുന്നു വിദ്യാർത്ഥികൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല, രക്ഷിതാക്കൾ കോടതിയിൽ പോയിട്ടില്ല, ഏതോ മാനേജ്മെന്റ് ആണ് കോടതിയിൽ പോയത് എന്ന്. ഈ മുഴുവൻ ചാനലുകളിലൂടെയും കരയുന്ന വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പിൽ 9 A+ കിട്ടിയ കോഴിക്കോട്ടെ ഒരു കുട്ടിയുടെ ഇന്റർവ്യൂ, രക്ഷിതാവിന്റെ ഇന്റർവ്യൂ നിങ്ങളുടെ റിപ്പോർട്ടർ കാണിച്ചു, ഈ ചാനൽ കാണിച്ചു. ഇതൊന്നും കണ്ടിട്ടും കണ്ണു തുറക്കാത്തതാണോ മന്ത്രി, കണ്ണു ചിമ്മി പിടിക്കുന്നതാണോ എന്നാണ് ഏറ്റവും വലിയ ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് തെരുവിൽ ഈ സമരം നടക്കുന്നത്. 29-ന് മലബാറിലെ മുഴുവൻ കളക്ടറേറ്റിലേക്ക് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സമരത്തിലാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നത്, ഗവൺമെന്റിനോട് പറയുന്നത്, കഴിഞ്ഞ 8 വർഷക്കാലമായി 9ാമത്തെ വർഷത്തിലേക്ക് നിങ്ങളുടെ ഭരണം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ നിസ്സംഗത മലബാറിൽ അതിരൂക്ഷമായ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നു. ഇത് കേവലം +1 സീറ്റിന്റെ പ്രശ്നം മാത്രമല്ല, ഇതൊരു വലിയ സാമൂഹിക വിപത്തായി മലബാറിൽ വളർന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ കുട്ടികൾ ഇനി എവിടെ പോവാനാണ്? 1/4 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ അവരെവിടെ പോവാനാണ്? അവർ ഈ കേരളത്തിലുണ്ട്. അവരിനി പഠനം നിർത്തിയിട്ട് അവർ എങ്ങോട്ട് പോകണം? അതൊരു വലിയ സാമൂഹിക പ്രശ്നം ഉയർത്തുകയാണ്. ആ ഉയർത്തുന്ന സാമൂഹിക പ്രശ്നത്തെ അഡ്രസ് ചെയ്യേണ്ട ബാധ്യത ഈ ഗവൺമെന്റിനില്ലേ? ഞാൻ പറയട്ടെ, ഇനി മലബാറിന്റെയും മലപ്പുറത്തിന്റെയും മാത്രം പ്രശ്നമായി ഇതിനെ മാറ്റി നിർത്താമെന്ന് ഗവൺമെന്റ് കരുതുന്നുവെങ്കിൽ ഞങ്ങൾ ഗവൺമെന്റിനോട് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPM സംസ്ഥാന സമിതി അംഗം നമ്മോടൊപ്പം ഉണ്ട്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇത് നിരന്തരമായി ഉന്നയിക്കപ്പെടുന്ന വിഷയമാണ്, ജെന്യൂനാണ്. എന്നിട്ടും സർക്കാർ അക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ല. സർക്കാർ കഴിഞ്ഞ 7 കൊല്ലക്കാലവും വളരെ ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഒരു സ്കൂളിൽ നിന്നും 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പാസ്സാകുന്ന മുഴുവൻ കുട്ടികളും അതേ സ്കൂളിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കണം എന്നുള്ളത് ഏകജാലകവുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണ് ഏകജാലകത്തിന്റെ കൺസെപ്റ്റ്? അവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളുടെ കോമ്പിനേഷൻ അനുസരിച്ച് മെറിറ്റിലാണ് അവിടെ കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുക. ഇതോടെ പറയുന്ന കേട്ട എന്താണ്? ഒരു സ്കൂളിൽ 115 കുട്ടികൾ ജയിച്ചു. അതേ 115 കുട്ടികളെ അതേ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നത് ഏകജാലകത്തിന്റെ കൺസെപ്റ്റാണോ? ഇവർ ഏകജാലകം തകർക്കാൻ നടക്കുകയാണ്. ഏകജാലകം തകർത്തിട്ട് ഇഷ്ടപ്രകാരം മെറിറ്റില്ലാതെ ഇവിടെ അഡ്മിഷൻ നടത്താൻ വേണ്ടിയുള്ള ഒരു ഗൂഢസംഘത്തിന്റെ കയ്യിൽ കളിക്കുന്നവരാണ് ഇവര്. ഇവിടെ ഇപ്പോൾ ഉന്നയിച്ച വാദം തന്നെ എത്രത്തോളം അസംബന്ധമാണ്.
10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ അതേ നിലയിലാണോ ഏകജാലകത്തിന്റെ ഇവിടുത്തെ +2 കോമ്പിനേഷൻ കിടക്കുന്നത്? ആ കോമ്പിനേഷനിൽ ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥി ഇഷ്ടപ്പെട്ടത് പഠിക്കുമ്പോൾ പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് എവിടെയാണ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്നത്? അതാത് ഗ്രാമത്തിൽ പ്രീ ഡിഗ്രി പഠിക്കാൻ സൗകര്യമുണ്ടോ? ഓരോ കുട്ടിക്കും അവനവന്റെ ഗ്രാമത്തിൽ പഠിക്കാൻ സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി പഠിക്കട്ടെ. ആ കുട്ടികളുടെ ഇഷ്ടത്തിന് മേലെ അടയിരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് ഒരു തുറന്ന സമൂഹത്തിന് ചേരുന്നതല്ല. മലപ്പുറത്തെ കുട്ടികൾ മലപ്പുറത്ത് മാത്രം പഠിക്കുക. മലപ്പുറത്തെ കുട്ടികളിലെ ഉയർന്ന കോമ്പിനേഷൻ മെച്ചപ്പെട്ട കോമ്പിനേഷൻ ആഗ്രഹിക്കുന്നവരും കോഴിക്കോട് ജില്ലയിൽ പോയി പഠിക്കും, തൃശ്ശൂർ ജില്ലയിൽ പോയി പഠിക്കും. അതുകൊണ്ട് മലപ്പുറത്തെ കുട്ടികൾ മലപ്പുറത്ത് മാത്രമേ പോകൂ. ഇനി കോഴിക്കോട് ജില്ലയിലെ എത്ര കുട്ടികൾ മലപ്പുറത്ത് വന്ന് പഠിക്കുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പോകുകയുണ്ടായി. മറ്റു ജില്ലകളിലെ എത്ര കുട്ടികൾ മലപ്പുറത്ത് വന്ന് പഠിക്കുന്നു? ഇതങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയല്ലേ പഠിക്കുന്നത്? അതാത് ജില്ല വെച്ചിട്ടാണോ കുട്ടികൾ പഠിക്കാൻ പോണത്? ഇതൊന്നും മനസ്സിലാക്കാതെ കുറെ ആളുകൾ അമിതോത്സാഹത്തിൽ അറിഞ്ഞിരിച്ചിരിക്കുകയാണ്. അവർക്ക് കുറെ വിഷയമില്ലാത്തതുകൊണ്ട് അത് പ്രചരിപ്പിക്കാം. ഇപ്പൊ ട്രയലാണ് വന്നിരിക്കുന്നത്. ട്രയൽ വരുമ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഇപ്പോൾ ട്രയലിൽ കണ്ടിട്ടുള്ള പല സ്ഥലത്തും ഓപ്ഷൻ മാറി വരുമല്ലോ. മാറുന്ന കഴിയുമ്പോൾ ആദ്യം തന്നെ അത് സ്വീകരിക്കുന്ന കുട്ടികൾ കഴിഞ്ഞാൽ മിക്ക എത്രയോ ഓപ്ഷൻസ് ഉണ്ട്. അത് കുട്ടികൾക്ക് അവസരമല്ലേ? അതിന്റെ ഒരു ഘട്ടത്തിനകത്ത് പിന്തള്ളപ്പെട്ടു പോകുന്നവരെ അതാത് സ്ഥലത്ത് ആവശ്യമുള്ളതിൽ ഉൾക്കൊള്ളിക്കാൻ ബദൽ സംവിധാനം ഉണ്ടാക്കും. ഇത് തുടങ്ങുന്ന മുമ്പ് തന്നെ കോലാഹലം ഉണ്ടാക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സംവിധാനത്തോടെ കണക്കാണ്. ഇന്ന് ഏറ്റവും മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നത്. പ്രശ്നം എന്താണ്? നിങ്ങൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട ചില താല്പര്യങ്ങൾ കളിക്കുന്നതില് ഒരു സ്ഥലത്ത് കുട്ടികൾ കിട്ടുന്നാൽ അവിടെയുള്ള അധ്യാപകരുടെ സംരക്ഷണമോ അല്ലെങ്കിൽ പുതിയ നിയമനമോ ഏതെങ്കിലും ഒന്നും ഉണ്ടാവും. അതിനാവശ്യമായ പിടിവലികൾ മാനേജ്മെന്റുകൾ പോലുണ്ട്. ഇതിലൊന്നും പങ്കാളിയാകാൻ സർക്കാരിനാവില്ല. സർക്കാരിനാകെ കുട്ടികളുടെ താല്പര്യം നോക്കേണ്ടതുള്ളൂ. കുട്ടികളുടെ താല്പര്യം എന്താ ഉയർത്തിപ്പിടിക്കും. ഇതാണ് സർക്കാർ നയം. ആ അനുസരിച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഉയർത്തുന്ന ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ശരി, ദയവായി തുടരുക അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. ശ്രീ നവാസ്, അതാണ് വാദം. അല്ല, എനിക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് പറയാനുള്ളത്, നിങ്ങൾ ടെലിവിനിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലൈവിലായിരുന്നുവെങ്കിൽ റിപ്പോർട്ടർ ചാനലിന്റെ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിയാൽ ഇത്ര വലിയൊരു മണ്ടത്തരം ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അദ്ദേഹം വിളിച്ചു പറയില്ലായിരുന്നു. മലപ്പുറത്തെന്നല്ല, മലബാറിലെ ഒരു സ്കൂൾ പോകട്ടെ, മലപ്പുറത്ത് ഒരു സ്കൂൾ പോകട്ടെ, തൊട്ടടുത്ത സ്കൂൾ പോകട്ടെ, തൊട്ടടുത്ത ജില്ല കോഴിക്കോട് ജില്ലയിൽ കിട്ടൂല, അവിടുത്തെ കുട്ടികൾ പുറത്താണ്. തൊട്ടിപ്പുറത്ത് പാലക്കാട് ജില്ലയിൽ കിട്ടൂല, അവിടുത്തെ കുട്ടികൾ തന്നെ പുറത്താണ്. പിന്നെ എന്ത് വാദമാണ് ഇദ്ദേഹത്തെ പോലത്തെ ഒരാൾ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ മാനേജ്മെന്റ് താല്പര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ തവണ ഈ 10-20,000 കുട്ടികൾ ഈ സീറ്റ് കിട്ടാതെ പുറത്തിരുന്നു, അത് മാനേജ്മെന്റ് താല്പര്യമാണോ? ആ കുട്ടികളെ നിങ്ങൾ കാണണ്ടേ? ഇത് ഈ ചാനലിൽ തന്നെ ചർച്ചകൾക്ക് തൊട്ട് മുൻപ് 9A+ കിട്ടിയ ഒരു കുട്ടിയുടെ സങ്കടം ആ രക്ഷിതാവ് എന്ന് പറഞ്ഞു. ആ രക്ഷിതാവിന്റെ സങ്കടത്തെ നിങ്ങൾ കാണണ്ടേ? ഇനി മാനേജ്മെന്റ് പോകട്ടെന്നേ, ഗവൺമെന്റ് സ്കൂളുകളിൽ എവിടെ? നിങ്ങൾ ഗവൺമെന്റ് സ്കൂളുകൾ അധിക ബാച്ച് അനുവദിക്ക്. ഏതെങ്കിലും മാനേജ്മെന്റിന് അവർക്ക് അധ്യാപക നിയമന താല്പര്യമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഗവൺമെന്റ് സ്കൂളുകളിൽ ബാച്ച് അനുവദിച്ചിട്ട് പുതിയ ബാച്ചുകളും സീറ്റുകളും അനുവദിച്ച ശേഷമാണ് നിങ്ങളിത് പറയുന്നതെങ്കിൽ നിങ്ങളുടെ ന്യായം ശരിയാണെന്ന് വെക്കാം. ഇത് കണക്കുകൾ പോലും പഠിക്കാതെയാണ്, വസ്തുതകൾ പോലും മനസ്സിലാക്കാതെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ വന്നുകൊണ്ട് സംസാരിക്കുന്നത്. നിങ്ങൾ ഏത് വിചിത്രമായ ലോകത്തിലെന്നാണ് സംസാരിക്കുന്നത്? മലപ്പുറത്തെ ഒരു സ്കൂൾ എന്നാൽ മാത്രമല്ല സാർ, മലബാറിലെ ഒരു സ്ഥലത്തും ഒരു കുട്ടിക്ക് പഠിക്കാൻ കഴിയാത്ത വിധം 1,00,000-ഓളം വിദ്യാർത്ഥികൾ പുറത്താണ്. നിങ്ങൾ ആ കണക്കൊന്ന് പറയും. മലപ്പുറത്ത് മാത്രം നിങ്ങൾ പത്തനംതിട്ടയിലോ മറ്റു തെക്കൻ ജില്ലകളിലോ പഠിക്കുന്ന പോലത്തെ സൗകര്യങ്ങൾ മലബാറിലെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 42,284 കുട്ടികൾ പുറത്താണ്. പിന്നെ നിങ്ങൾ പറയുന്ന മാർജിനൽ ഇൻക്രീസ് ഉൾപ്പെടെ കൊണ്ടുവന്ന് ക്ലാസ് മുറികളെ വാഗൺ ട്രാജഡി ക്ലാസ് മുറികളാക്കുമ്പോഴാണ് കുറച്ചെങ്കിലും പരിഹാരം ഉണ്ടാകുന്നത്. എന്നിട്ടും 1,00,000 വിദ്യാർത്ഥികൾ പുറത്താണ്. ഈ കണക്കുകളൊക്കെ വിസ്മരിച്ചുകൊണ്ടാണോ CPM-ന്റെ പ്രതിനിധി ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ചർച്ച നടത്തുന്നത്? സീറ്റ് കൊടുക്കാതിരിക്കുക മാത്രമല്ല, ഇങ്ങനെ ചർച്ച ചെയ്ത് അപമാനിക്കുക കൂടിയാണ് ഇടതുപക്ഷ പ്രതിനിധികൾ മലബാർ ജില്ലകളോട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കൂട്ടിച്ചേർക്കേണ്ടി വരും. ശരി, അഡ്വക്കേറ്റ് അനിൽകുമാർ. ഈ മലബാറിലെ ജില്ലകളൊന്നും ഏതെങ്കിലും പ്രത്യേക പാർട്ടിക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് ആരും ദുരിതം കൊടുത്തിട്ടില്ല. മലബാറിന്റെ സമരപരിതമായ ചരിത്രത്തിൽ അതിനെ മാറ്റി തീർത്തൊരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഞാൻ മുസ്ലിം ലീഗിനെ ചോദിച്ചില്ല, മലബാറിലെ വിദ്യാർത്ഥികൾക്ക് സീറ്റ് തരും. ഞാൻ പറയട്ടെ മലബാറിലെ വിദ്യാർത്ഥികൾക്ക് സീറ്റ് തരും. നവാസിലേക്ക് ഞാൻ വരാം. നവാസ് അൽകുമാർ പറയട്ടെ. നിങ്ങളിപ്പോ ഏതാണ്ടൊക്കെ ഒരു പ്രയോഗം നടത്തിയല്ലോ, എന്താ വിചിത്ര ലോകം? ഏത് ലോകം? ഞങ്ങൾക്ക് ആ ലോകം നന്നായിട്ടറിയാം. നിങ്ങളൊക്കെ നന്നായിട്ട് മലപ്പുറത്തെ കുറിച്ച് അറിയാം, അല്ലെ മലബാറിനെ കുറിച്ച് അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അവിടെ നിങ്ങൾ പ്രത്യേക അധികാരം നിങ്ങൾ പരിഗണിക്കേണ്ട. എന്റെ ചോദ്യം എന്താണ്? ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയൂ. നമ്മുടെ ഏകജാലകത്തിൽ അപ്ലൈ ചെയ്ത കുട്ടികൾ മാനവേന്ദ്ര കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യാത്തവരാണ്. മാനവേന്ദ്ര കോട്ടയിൽ അപ്ലൈ ചെയ്ത കുട്ടികൾ ഏകജാലകത്തിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ മാനവേന്ദ്ര കോട്ട ഏകജാലകത്തിൽ വരുവാ. അപ്പൊ സ്വാഭാവികമായും അതിന്റെ ഭാഗമായി അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ പിന്നെ ഇവിടേക്ക് പോകും. സീറ്റുകളുടെ എണ്ണം എടുക്കുമ്പോൾ
മാനേജ്മെന്റ് കോട്ടയ്ക്ക് നിശ്ചിത ശതമാനം കൊടുത്തിട്ടുണ്ട് പല കോട്ടകളും. അതിന്റെ കൂടി അറേഞ്ച്മെന്റ് കഴിഞ്ഞ ശേഷമാണ് ഏകജാലകം ഫലപ്രദമാകുന്നത്. ഇതൊക്കെ ദൈനംദിനം നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നു ഞാൻ. ഇപ്പോഴും പൊതുപ്രവർത്തകർക്ക് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യക്കുറവുണ്ടെങ്കിൽ അവിടെ ടാർഗറ്റഡായിട്ട് സർക്കാർ ഇടപെടും. പൊതുവായ ഇടപെടൽ ആവശ്യപ്പെടുന്നത് ദുർദ്ദേശപരമാണ്. ടാർഗറ്റഡ് ഇടപെടൽ ഉണ്ടാവും. ടാർഗറ്റഡ് ഇടപെടലിന്റെ ഭാഗമായിട്ട് പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ, സെൻസിറ്റീവായ സ്ഥലങ്ങളിൽ ടാർഗറ്റഡായി അധിക ബാച്ചുകൾ അനുവദിക്കും. അധിക ബാച്ചുകൾ അനുവദിക്കുമ്പോൾ ഏത് വിഷയത്തിൽ അനുവദിക്കണം? ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിനിധി പറഞ്ഞപ്പോൾ കേട്ടു അധിക ബാച്ച് അനുവദിക്കണം. ഏത് വിഷയത്തിൽ? നിങ്ങളുടെ അധിക ബാച്ച് അനുവദിച്ചു 50 കുട്ടികൾ. ശരി, ഏത് വിഷയത്തിൽ അനുവദിക്കണം? ഏത് കോമ്പിനേഷനിൽ അനുവദിക്കണം? ഇതൊക്കെ സങ്കീർണമല്ലേ? നമ്മൾ വളരെ പെട്ടെന്ന് ഇതെല്ലാം ഒരു പാരൽ പ്രവണതയാണോ അധിക ബാച്ച് അനുവദിക്കുന്നത്? അപ്പൊ ഏത് കോമ്പിനേഷൻ വേണമെന്നുള്ള ഡിമാൻഡ് നോക്കിയിട്ട് വേണം. ഡിമാൻഡ് എവിടെ നോക്കിയിട്ട് വേണം. അത് ടാർഗറ്റഡായിട്ട് ചെയ്യാൻ പറ്റൂ. ലെറ്റ് ഡിമാൻഡ് കം. അത് ഇപ്പോൾ തൽക്കാലമായി കിടച്ചിരിക്കുന്നത് ഇവിടെ ട്രയൽ റൺ മാത്രമാണ്. ഇത് കഴിഞ്ഞ് ആദ്യഘട്ട അലോട്ട്മെന്റ് കഴിയുമ്പോൾ ഇത് വ്യക്തത ലഭിക്കും. വ്യക്തത ലഭിക്കുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും 3 ഘട്ടം കൊണ്ട് ജൂലൈ 1 നമ്മുടെ ക്ലാസുകൾ ആരംഭിക്കുന്നുള്ളൂ. ജൂൺ മാസം മുതൽ ഓപ്പൺ അല്ലേ? ഇപ്പോഴും കിടന്ന പ്രവർത്തനത്തിന് നിങ്ങൾ സമരം ചെയ്യണം. സമരം ചെയ്യാൻ അവകാശമുണ്ട് ഒരു സംഘടന നിലയ്ക്ക്. അതിനൊന്നും ഞങ്ങൾ അനാദരിക്കുകയല്ല പറയുന്നത്. പക്ഷെ ഇല്ലാത്ത പ്രശ്നമുണ്ടെന്ന് വലിപ്പപ്പെടുത്തരുത്. ശരി, നവാസ് അതിന് മറുപടി ടാർഗറ്റായി ഇടപെടും. ഞാൻ ശ്രീ നികേഷ്, എനിക്ക് 2 മിനിറ്റ് സമയം തരണം. അദ്ദേഹം ഗുരുതരമായ 2 ആരോപണങ്ങൾ ഉന്നയിച്ചു. ഒന്ന്, ഇവിടെ പ്രശ്നങ്ങളില്ല, മാനേജ്മെന്റ് സീറ്റൊക്കെ കൂട്ടുമ്പോൾ തീരുമെന്നാണ്. ഞാൻ മലപ്പുറത്തിന്റെ കണക്ക് പറയാം നിങ്ങളോട്. ഞാൻ മലപ്പുറത്തിന്റെ കണക്ക് മാത്രം പറയുന്നത് അതിഭീകരമായ സാഹചര്യം മലപ്പുറത്തുള്ളത് കൊണ്ടാണ്. മലബാറിലെ എല്ലാ ജില്ലയിലും പ്രശ്നമുണ്ട്. മലപ്പുറം ജില്ലയിൽ 10ാം ക്ലാസ് എലിജിബിലിറ്റിയുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം 79,730 ആണ്. എന്നാൽ ഇപ്പോൾ അപേക്ഷകർ വന്നത് 82,000 ചില്ലാനമാണ്. CBSE കുട്ടികളുടെ കൂടി അപേക്ഷ വന്നു. മലപ്പുറം ജില്ലയിലുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ 85 സർക്കാർ സ്കൂളുകളും 88 എയ്ഡഡ് സ്കൂളുകളാണ്. ഈ എയ്ഡഡ് സ്കൂളുകളാണല്ലോ ഈ മാനേജ്മെന്റ് സീറ്റുകൾ ഉള്ളത്. അത് ഉൾപ്പെടെ കൂട്ടിയാൽ 839 സ്കൂളുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. 50 സീറ്റ് വീതം കൊടുത്താൽ എല്ലായിടത്തും പഠിക്കുന്ന പോലെ 50 കുട്ടികൾ മലപ്പുറത്തും പഠിച്ചാൽ 41,950 കുട്ടികൾക്ക് പഠിക്കാം. എന്ന് വെച്ചാൽ 37,780 കുട്ടികൾ, 40,000-ഓളം കുട്ടികൾ ഈ പഠിക്കാൻ കഴിയാതെ പുറത്താണ്. എവിടെയാണ് സാർ താങ്കൾ പറഞ്ഞ മാനേജ്മെന്റ് സീറ്റിൽ വേക്കൻസി ഉള്ളത്? എവിടെയാണ് സാർ ഇവരുടെ ഏകജാലക സംവിധാനം ഉപയോഗിച്ച് നിങ്ങൾ തരുന്നെടുത്ത് പഠിക്കാൻ തയ്യാറാണ്? ഈ 39,780 കുട്ടികളെ എവിടെയാണ് സാർ നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്? 756 പുതിയ ബാച്ചുകൾ വേണം ഈ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ. ഇനി നിങ്ങൾ പറയുന്ന VHSE, ITI, പോളി ഇതെല്ലാം കൂടി മലപ്പുറത്തുള്ളത് 5,274 ആണ്. വിദ്യാർത്ഥികളുടെ നിർബന്ധിതമായ സൗജന്യ വിദ്യാഭ്യാസം അവകാശമാക്കിയ നാടിനകത്ത് നിങ്ങൾ പറയുന്നു VHSE ഉണ്ട്, ITI ഉണ്ട്, പോളി ഉണ്ട് എന്ന്. അത് വകവെച്ച് തന്നാൽ തന്നെ 5,274 ഈ സീറ്റുകൾ കുറച്ചാലും 34,506 കുട്ടികൾ ഇവിടെ പഠനത്തിന് സൗകര്യത പുറത്തുണ്ട്. 649 ബാച്ചുകൾ വേണം സാർ. ഏകജാലക സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ഈ 649 ബാച്ച് എവിടെയാണ് സാർ മലബാറിലുള്ളത്? എവിടെയാണ് സാർ കേരളത്തിലുള്ളത്? നിങ്ങൾ പറയണം. ഇനി അത് പോട്ടെ, നിങ്ങൾ പറയുന്ന മാർജിനൽ ഇൻക്രീസ്, ഒരു സീറ്റിനകത്ത് വാഗൺ ട്രാജഡി ക്ലാസ് മുറികളാക്കി 65 പേരെ ഇരുത്തുകയാണ്. ഈ 65 പേരെ ഇരുത്തുമ്പോൾ 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഈ മലബാറിലെ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് ഇത്ര വലിയ റിസൾട്ട് ഉണ്ടാകുമ്പോൾ +2 പോകുമ്പോൾ അത് കുറയുകയാണ്. നിങ്ങൾ ഇത്തവണത്തെ +2 റിസൾട്ട് എടുക്ക്. +2 റിസൾട്ട് താരതമ്യേന കുറയുകയാണ്. എന്താ കാരണം? ഇൻഡിവിജ്വലി അറ്റൻഷൻ കിട്ടേണ്ട ക്ലാസ് മുറികളിലകത്ത് 65 വിദ്യാർത്ഥികളെ ഇരുത്തി പഠിപ്പിച്ചതിന്റെ ദുരിത ഫലം +2 റിസൾട്ടിൽ മലബാർ അനുഭവിക്കുകയാണ്. എങ്കിലും നിങ്ങൾ 65 കണക്ക് വെച്ച് കൂട്ടിയാൽ 10,650 കുട്ടികൾക്ക് അധികമായി പഠിക്കാം. അപ്പോഴും 21,856 കുട്ടികൾ പുറത്താണ്. എന്ന് വെച്ചാൽ 429 ബാച്ചുകൾ അധികം വേണം ഈ മലപ്പുറത്ത് മാത്രം. നിങ്ങൾ പറയുന്ന ഏകജാലക സംവിധാനത്തിനകത്ത് എവിടെ പോയിരിക്കാനാണ്? ഏത് മാനേജ്മെന്റ് സീറ്റിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇനി നിങ്ങൾ പറയുന്നത് ഏത് കൊടുക്കണം? കൊമേഴ്സ് കൊടുക്കണോ? സയൻസ് കൊടുക്കണോ? ഹ്യൂമാനിറ്റീസ് കൊടുക്കണോ? ഇതിലൊരു പഠനം നടത്തണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 2016 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട് കേരളത്തിൽ ടോട്ടലായി 82,000 സീറ്റുകൾ. അതിനുശേഷം 2017 അക്കാഡമിക് ഇയർ നിങ്ങളാ ഉണ്ടായത്. എന്താ പഠിച്ചില്ലേ? 18, 19, 20 നിങ്ങളാണ്. 21, 22, 23 നിങ്ങളാണ്. എന്താ പഠിക്കാൻ സാധിക്കാതിരുന്നത്? ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങൾ പറയുന്നു സയൻസ് ബാച്ച് അനുവദിക്കണോ, കൊമേഴ്സ് ബാച്ച് അനുവദിക്കണോ, അതിനെക്കുറിച്ച് പഠിക്കണ്ടേ എന്ന്. കഴിഞ്ഞ പ്രാവശ്യം ബാച്ചിന് അപേക്ഷ കൊടുത്തവരുടെ ലിസ്റ്റ് നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. കുട്ടികളുടെ ടേസ്റ്റ് അവിടെ അപേക്ഷാ ഫോമിലുണ്ട്. കുട്ടികൾക്ക് ഏതാണ് ഫസ്റ്റ് പ്രിഫറൻസ്, ഏതാണ് സെക്കൻഡ് പ്രിഫറൻസ്, ഏതാണ് തേർഡ് പ്രിഫറൻസ്, അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് പരിഹരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കാം. അത് മാത്രമാണോ? കേരളത്തിൽ 100%, 99% വിജയമുള്ള നാടാ കേരളം. 9ാം ക്ലാസ്സിൽ 100% വിദ്യാർത്ഥികൾ ജയിച്ചു വരികയാണ്. ഈ തവണ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം നിങ്ങളുടെ കയ്യിലില്ലേ?
കഴിഞ്ഞ തവണത്തെ കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ. 1 മുതൽ 9 വരെ പഠിക്കുന്ന പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. അടുത്ത വർഷം 2025 എത്ര പേർ 10ാം തരം വിജയിച്ചു വരുമെന്ന കണക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഡാറ്റകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ഡാറ്റകൾ വെച്ച് നിങ്ങൾക്ക് +1 ബാച്ച് അനുവദിക്കാം, സീറ്റ് അനുവദിക്കാം, ഗവൺമെന്റ് സ്കൂളുകളെ നിങ്ങൾക്ക് ഹൈസ്കൂളുകളാക്കി മാറ്റാം. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഹയർ സെക്കൻഡറികൾ നിങ്ങൾക്ക് പുതിയ ബാച്ച് അനുവദിക്കാം. അപ്പോൾ ഒരു പൊതുവായ ഒരു പഠനം നടത്താതെ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് ഇനി സമയമുണ്ടല്ലോ, ആദ്യ അലോട്ട്മെന്റ് കഴിയട്ടെ, സെക്കൻഡ് അലോട്ട്മെന്റ് കഴിയട്ടെ, തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാച്ച് അനുവദിക്കാം. അവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ആദ്യ അലോട്ട്മെന്റിൽ നിങ്ങൾ അറിയേണ്ടത്, ആദ്യ അലോട്ട്മെന്റ് കഴിയുമ്പോൾ വിദ്യാർത്ഥികൾ നിരാശരായി കുറെ പണം കൊടുത്ത് കുറെ സ്കൂളുകളിൽ ചേരും, കുറെ സ്ഥാപനങ്ങളിൽ ചേരും. 2ാം അലോട്ട്മെന്റ് കഴിയുമ്പോൾ അത് കിട്ടാതാകും, നിരാശയുണ്ട്, കേരളത്തിന്റെ പുറത്തെ കുട്ടികൾ പോകും. 3ാം അലോട്ട്മെന്റ് കഴിയുമ്പോഴേക്കും അപേക്ഷയുടെ എണ്ണം കുറയും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ CPMന്റെ പ്രതിനിധിയോട് ചോദിക്കുന്നത്, കഴിഞ്ഞ തവണ നിങ്ങൾ എന്താ ചെയ്തത്? ഇപ്പോൾ അപേക്ഷിച്ച ആദ്യഘട്ടത്തിൽ ലോഗിൻ ചെയ്ത് അപേക്ഷിച്ച 82,000 പേരിൽ നിന്ന് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു വീണ്ടും അപേക്ഷിക്കണം എന്ന്. അപ്പൊ കുട്ടികൾ കുറെ പേര് അപേക്ഷിക്കാതെ ഒഴിവാക്കി. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾ പറയും വീണ്ടും അപേക്ഷിക്കണം. അപ്പൊ കുറെ പേർ മറ്റെവിടെയെങ്കിലും പോയി ചേരും, അവർ അപേക്ഷിക്കൂല. തേർഡ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ നിങ്ങൾ പറയാണ് ഇനിയും കുട്ടികൾ അപേക്ഷിക്കണമെന്ന്. എന്ന് വെച്ചാൽ ഒരു വിദ്യാഭ്യാസം നിർബന്ധിതവും സൗജന്യവും അവകാശമാക്കി മാറ്റിയ ഒരു നാടിനകത്ത് ഒരു സീറ്റിന് വേണ്ടി ഗവൺമെന്റിന്റെ പിന്നാലെ, ഒരു സീറ്റിന് വേണ്ടി ഫുൾ A+ കിട്ടിയാലും നിരന്തരം നടക്കേണ്ട ഗതികേടുള്ള ഒരു കുട്ടികളായി മലബാറിലെയും മലപ്പുറത്തെയും കുട്ടികൾ മാറാൻ. ഇന്ന് ഇതേ അവസ്ഥ കേരളത്തിന്റെ തന്നെ മറ്റൊരു ഭാഗത്ത് ഇതേ അവസ്ഥ ഉണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അപേക്ഷിക്കപ്പെട്ട 4 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകണ്ടേ? ഇവിടെ ബഹുമാനപ്പെട്ട KM ഷാജി +2 കോഴ്സുകളൊക്കെ അനുവദിപ്പിച്ചത് നല്ല പഠനം നടത്തിയിട്ടാന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത്തരം പഠനങ്ങളൊന്നും ഞങ്ങളുടെ ശീലങ്ങളല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറഞ്ഞ കണക്കിലെ ഏറ്റവും വലിയ പ്രശ്നത്താണ് നമ്മുടെ നാട്ടിലെ CBSE സ്കൂളിലെ മുഴുവൻ കുട്ടികളും സ്റ്റേറ്റ് സിലബസിലേക്ക് വരുമെന്ന അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ കണക്ക് ഇപ്പൊ പറഞ്ഞത്. CBSE സ്കൂളിൽ ജയിച്ച മുഴുവൻ കുട്ടികളും സ്റ്റേറ്റ് സിലബസിലേക്ക് അപേക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ദയവായി കേൾക്കുക. അങ്ങ് പറഞ്ഞ എണ്ണം CBSE സ്കൂളിൽ പഠിച്ച കുട്ടികളുടെ എണ്ണം പറഞ്ഞു. നിങ്ങൾ അപേക്ഷയുടെ എണ്ണം ഫാക്ച്വൽ എറർ അദ്ദേഹം പറയുന്നതിൽ. ഇന്നലെ അപേക്ഷകൾ വന്നു, ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. നോ. ഞാൻ പറഞ്ഞ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞത്. നിങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യം ഞാൻ കേട്ടത്, CBSE സ്കൂളിൽ പഠിച്ച കുട്ടികൾ ഇത്ര പേർ ജയിച്ചു, അവരുടെ എണ്ണം കൂടി ചേർത്താണ് നിങ്ങൾ കണക്ക് പറയുന്നത്. അല്ലല്ല, അങ്ങനെയല്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞത് സ്റ്റേറ്റ് സിലബസിൽ നിന്നുള്ള കുട്ടികൾ കൂടാതെ CBSE വിദ്യാർത്ഥികൾ കൂടി +1 അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അവരും കൂടെ കേരളത്തിൽ സ്റ്റേറ്റ് സിലബസ് പഠിക്കാൻ വരികയാണോ? ഇവിടെ പഠിക്കുന്ന എത്ര കുട്ടികൾ തിരിച്ച് CBSE പോകും? ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ കോഴ്സ് അനുവദിക്കാൻ ആവാത്തതിന് കാരണം എന്താണ്? ഈ വർഷത്തെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് കഴിഞ്ഞ കൊല്ലം തീരുമാനിക്കാൻ പറ്റുമോ? അടുത്ത വർഷത്തെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് ഇക്കൊല്ലം തീരുമാനിക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ ഏകദേശത്തിൽ ഡിമാൻഡ് ഇപ്പോഴാണ് കണക്കാക്കപ്പെടുന്നത്. ആ ഡിമാൻഡ് അവരുടെ ഈ ട്രയലിൽ കണക്കാക്കപ്പെടുന്ന ഡിമാൻഡ് എവിടെയാണ്? ഡിമാൻഡ് എന്താണ്? ഏത് കോമ്പിനേഷനാണ് മനസ്സിലാവുക? ആ കോമ്പിനേഷൻ മനസ്സിലാക്കുന്ന ഡിമാൻഡ് മനസ്സിലാക്കാനാണ് ഏകജാലകത്തിന്റെ സംവിധാനം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ടാർഗറ്റ് ഇടാതെ പരിഹരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അപ്പുറം ചെയ്യുന്നത് അതല്ല. കഴിഞ്ഞ കൊല്ലം തന്നെ എത്ര കുട്ടികൾ ജയിക്കാനായിട്ടുണ്ട്, അവരുടെ ഡിമാൻഡ് എങ്ങനെ മനസ്സിലാവും? നിങ്ങൾക്ക് 1 ലക്ഷം കുട്ടികൾ ജയിക്കും തീരുമാനിച്ചിട്ട് 2 ലക്ഷം ജയിക്കുന്നില്ലെങ്കിൽ അവരുടെ ഡിമാൻഡ് എങ്ങനെ മനസ്സിലാവും? ഡിമാൻഡ് മനസ്സിലാക്കണമെങ്കിൽ ഓൺലൈനിൽ അവരുടെ കോമ്പറ്റീഷൻ ഓരോ കാലഘട്ടത്തിലും 9ാം ക്ലാസ് കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാവും. അത് ശരി, അത് നല്ല ബുദ്ധിയാണ്. ആ ബുദ്ധി ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി തരിക. അത്രയും വലിയ ബുദ്ധി ഞങ്ങൾക്കില്ല. 9ാം ക്ലാസ് നിങ്ങൾക്ക് ഇല്ലാത്തതിന്റെ പ്രശ്നത്തിന്റെ കാരണം നിങ്ങൾക്ക് ആ ബുദ്ധി ഇല്ലാത്തതിന്റെ പ്രശ്നം തന്നെ ഇത്. പൂർത്തിയാക്കട്ടെ അനിൽകുമാർ, പൂർത്തിയാക്കട്ടെ നവാസ്. അനിൽകുമാർ പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ അനിൽകുമാർ പൂർത്തിയാക്കട്ടെ നവാസ്. ചർച്ച പങ്കെടുക്കുമ്പോൾ ഒരാൾക്ക് അവസരം കിട്ടില്ല. അദ്ദേഹം പറയുകയാണ് ന്യായം. 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോടെല്ലാം അടുത്ത കൊല്ലം നിങ്ങൾ ഉദ്ദേശിക്കും ചോദിക്കണം. ഏത് പക്വതയാകുന്നേ ഉള്ളൂ. അവരെ ആ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുമ്പോഴാണ് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുക. അപ്പൊ 9ാം ക്ലാസ് ഉറപ്പിക്കണം. ഇതൊക്കെ എവിടുത്തെ ബുദ്ധിയാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത്തരം വിതരണവാദങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ എന്താണ്? നിങ്ങൾ അതിനെ സ്വയം ആലോചിക്കും. അതുകൊണ്ട് മലപ്പുറത്തെ കുട്ടികളെ പ്രത്യേക ഒരു കാര്യം ആരെയും ഏൽപ്പിച്ചിട്ടില്ല. കേരള സർക്കാരിന്റെ ഭാഗമാണ് മലപ്പുറം ജില്ല, അവിടുത്തെ പ്രവർത്തനം. അതുകൊണ്ട് എല്ലാ വിഭാഗം മനുഷ്യർക്കും ഉറപ്പ് കൊടുക്കുന്ന കാര്യം എന്താണ്? ആശങ്ക വേണ്ട. ഈ ട്രയലുമായി ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ വ്യക്തത വരും. ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ കാര്യങ്ങൾ വ്യക്തത വരും. വ്യക്തത വന്നു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് തിരിച്ച് UDFന്റെ കാലത്ത് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾ മാനേജ്മെന്റ് സ്കൂളിലേക്ക് കുട്ടികളെ കിട്ടാൻ വേണ്ടി അലോട്ട്മെന്റ് അലങ്കോലപ്പെടുത്തിയ ചരിത്രം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ട്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗ് ആയിരുന്നു. നമുക്ക് വേണം പഴയ രേഖകൾ കൊണ്ടെടുക്കാം. ഞങ്ങളുടെ രീതിയല്ല. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഇതിന് ശേഷം പിന്നെയും നടക്കും. എന്താണ്?
നിങ്ങൾക്ക് തത്സമയം അലോട്ട്മെന്റ് കൊടുക്കുന്ന സംവിധാനം ഇതിന് ശേഷം പ്രഖ്യാപിക്കും. അതിന് കാരണം എന്താണ്? കുട്ടികൾക്ക് ഓപ്ഷൻ മാറ്റാൻ സൗകര്യമില്ലേ? കോളേജുകൾ മാറാൻ അവസരമില്ലേ? ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്നലെ വരെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ശരി, അതാണ് അക്കാര്യത്തിലുള്ള വിശദീകരണം. നന്ദി ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ. ഒപ്പം തന്നെ പി കെ നവാസ് MSF നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമുണ്ട് എന്ന് MSFും ഒപ്പം തന്നെ മലബാറിലെ വിദ്യാർത്ഥികളും ആവർത്തിക്കുന്നു.